ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ചതിക്കുമ്പോൾ അവരോടൊക്കെ ദേഷ്യം തോന്നുന്നതും പക തോന്നുന്നതും ഒക്കെ സ്വാഭാവികമാണ് അല്ലെ? ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർ വർഷം അത്ര കഴിഞ്ഞാലും ആ പകയും ദേഷ്യവും ഒക്കെ മനസ്സിൽ വെച്ച് നടക്കും, എന്തെങ്കിലുമൊക്കെ അവരോട് പകരം വീട്ടണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ മനസ്സിൽ സൂക്ഷിക്കുന്ന പക കൊണ്ട് നമ്മളെ ദ്രോഹിച്ചവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷെ നമുക്കത് വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഏതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ മുറിവ് ഇടയ്ക്കിടയ്ക്ക് പൊളിച്ചു നോക്കിക്കൊണ്ടിരുന്നാൽ ഉണങ്ങില്ല, അതേപോലെ പണ്ട് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള പക ഇപ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഭാരവും പേറി ജീവിക്കേണ്ടി വരും. ഇതിലൂടെ ശരീരത്തിൽ സ്ഥിരമായി കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഉണ്ടാകുകയും അത് ആങ്സൈറ്റി, ഹൈ BP, എന്തിന് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ വരെ ബാധിക്കും. ഇതൊന്നും കൂടാതെ പാസ്റ്റിലെ കാര്യത്തിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വളർച്ചയെയും തടയും. നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിനെയും സോഷ്യൽ റിലേഷൻഷിപ്പിനെയും ഒക്കെ അത് മോശമായി തന്നെ ബാധിക്കും. ഇത് പരിഹരിക്കാനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഫോർഗീവ്നെസ് പ്രാക്ടീസ് ആണ്. ഫോർഗീവ്നെസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുക എന്നോ മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്താലും മിണ്ടാതിരിക്കുക എന്നോ അല്ല, മറിച്ച് ആ വേദന കൊണ്ടുണ്ടായ മനസ്സിന്റെ ഭാരത്തിൽ നിന്നും നിങ്ങളായിട്ട് മുക്തമാകുക എന്നതാണ്. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ്, മെഡിറ്റേഷൻ പോലുള്ള ടെക്നിക്കുകൾ ഇതിന് നിങ്ങളെ സഹായിക്കും. ഒന്നോർക്കുക, മറ്റുള്ളവരോട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പക അല്ലെങ്കിൽ ദേഷ്യം അവസാനം നിങ്ങൾക്ക് തന്നെയാണ് പാരയായി തീരുക.